Hi friends, welcome back to Entertainment Media One. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു സ്മോൾ സ്മാർട്ട് സ്വിച്ച് ആണ്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് ഈ വീഡിയോ കാണാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഓക്കെ ഗൂഗിൾ, turn on my room light. Okay, turning on the room light. Okay Google, turn off my room light. Okay, turning the room light off. വലിയൊരു നല്ല പാക്കിങ്ങിലൊന്നും അല്ല വന്നിരിക്കുന്നത്, എങ്കിലും ചെറിയ ബോക്സാണ്. ഓക്കെ, നമുക്ക് എന്താണെങ്കിലും പൊട്ടിച്ച് നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ സ്മാർട്ട് സ്വിച്ച്, വളരെ സ്മോളായ സ്മാർട്ട് സ്വിച്ച്. ഇതിൻ്റെ ഉപകാരം ഞാൻ നിങ്ങളെ ഉപയോഗിച്ച് തന്നെ കാണിക്കാം. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ നിങ്ങളോട് പറയാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാം മേടിക്കുന്നത് സ്മാർട്ട് ബൾബുകളാണ്. ഈ ബൾബുകൾ LED ബൾബുകളാണ്. LED ബൾബുകൾ ഏതെങ്കിലും കാരണവശാൽ അത് ഫീസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്മാർട്ട് ബൾബിൻ്റെ അത് അത്രയും കോസ്റ്റ്, ഏകദേശം 700 to 800 കോസ്റ്റ് നമുക്ക് പോവും, നമ്മുടെ ആ പൈസ പോവും. നമുക്കതിൽ നിന്നും മെച്ചമൊന്നും ഉണ്ടാവില്ല. അതേസമയം ഈ ഡിവൈസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. കാരണം ഇതിന് നമ്മൾ നേരിട്ട് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിൽ നിന്നും ഒരു ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ബൾബുകളിലേക്ക് കൊടുക്കുകയാണ്. ബൾബുകൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ബൾബുകൾ മാറ്റാം. ഇല്ല, ഔട്ട്പുട്ടുകൾ കൊടുക്കുന്ന ഏത് ഡിവൈസ് ആണെങ്കിലും ഔട്ട്പുട്ടിൽ ഉള്ള ആ ഡിവൈസ് നമുക്ക് മാറ്റാൻ പറ്റും. അതാ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഡിവൈസിന് ഇൻപുട്ട് ഉണ്ട്. അതിനകത്ത് നമ്മൾ ലൈവും ന്യൂട്രും കറക്റ്റായിട്ട് കൊടുക്കണം. കാരണം മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈസ് വർക്ക് ചെയ്യുകയില്ല, ചിലപ്പോൾ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ ഇങ്ങനെയൊരു വയർ എടുത്തിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിനകത്ത് ലൈവ് ഏതാണ് ന്യൂട്രൽ ഏതാണെന്ന്. നമ്മുടെ ബ്ലാക്ക് വയറാണ് ഇവിടെ ന്യൂട്രൽ, നിങ്ങൾക്ക് കാണാം ബ്ലൂ വയറാണ് ലൈവ്. സോ നമുക്ക് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യാം. ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലൈവും ന്യൂട്രും ഫേസും കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൾബിൻ്റെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് പവർ കൊടുത്ത് നോക്കാം. എന്നിട്ട് ഇത് പെയർ ചെയ്യണം. നമുക്ക് പെയർ ചെയ്യാനായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് ഗ്രീൻ ലൈറ്റ് കാണാം. ഇവിടെ നമുക്ക് കാണാം ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, സ്മാർട്ട് ലൈഫ് എന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്മാർട്ട് ലൈഫ് എന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഓൾറെഡി നമ്മുടെ ഡിവൈസുകളെല്ലാം ഓഫ്ലൈനിലാണ്, നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇത് നമുക്ക് ഒരു സ്വിച്ചാണ്, സ്വിച്ച് വിത്ത് വൈഫൈ. നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇവിടെ റാപ്പിഡായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഒരു നെക്സ്റ്റ് അടിച്ച് കൊടുക്കാം. ഡിവൈസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഡിങ് ഡിവൈസാണ്. ഇപ്പം ഓൾറെഡി ഡിവൈസ് ആഡായിട്ടുണ്ട്. അവിടുത്തെ നിങ്ങൾക്ക് കാണാം ആ ഗ്രീൻ ലൈറ്റ് സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓൾറെഡി പെയറും ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇത് കൊടുക്കുന്നത് റൂം ലൈറ്റ് എന്ന് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഡൺ കൊടുത്തേക്കുക. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇൻ്റർഫേസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഓഫ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഓൺ ആവുന്നുണ്ട് ഇവിടെ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിനകത്ത് ഇത് പെയർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഗൂഗിൾ ഹോമുമായിട്ട് ഇത് ഓട്ടോമാറ്റിക് സിങ്ക് ചെയ്തിട്ടുണ്ട്. സിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് ചെയ്യും. നമുക്കത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൂഗിൾ, turn on my room light. Sure, turning the room light on. നിങ്ങൾക്ക് കാണാം ഇവിടെ റൂം ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് കാണാം നമ്മുടെ മൊബൈലിലും ഇത് കാണിക്കുന്നുണ്ട്. റൂം ലൈറ്റ് എന്ന് പറഞ്ഞത് ഞാൻ ഈ ഡിവൈസിന് പേര് കൊടുത്തിരിക്കുന്നത് റൂം ലൈറ്റ് എന്നാണ് ഡിവൈസിൻ്റെ നെയിം. നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഓക്കെ, നമുക്ക് ഗൂഗിളിനെ തന്നെ സഹായത്തിന് വിളിക്കാം. ഓക്കെ ഗൂഗിൾ, turn off room light. Alright, turning off the room light. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ആപ്പിനകത്തും റൂം ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഡിവൈസ് 16 ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ LED ബൾബാണ് കൊടുത്തത്. നമുക്ക് ഒരു ഫാൻ അല്ലെങ്കിൽ ഇത്തിരി ഹെവി ആയിട്ടുള്ള ഒരു ചെറിയ 5 ആംപിയർ വരെയുള്ള ഒരു ഡിവൈസ് നമുക്ക് ഇതിനകത്ത് കൊടുത്തു നോക്കാം.
ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അതും കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മൾ എപ്പോഴത്തെയും പോലെ കിറ്റിലാണ് കണക്ട് ചെയ്യുന്നത്. കിറ്റിലും ഡിസ്പെൻസറുമാണ് കണക്ട് ചെയ്യുന്നത്. സ്മോൾ ഡിവൈസ് ആണ്. നമ്മൾ ഇത് അൺബോക്സ് ചെയ്ത് ഇത് ടെസ്റ്റ് ചെയ്യാനുള്ളൂ. ഇതിന് 16 ആംപിയർ എന്നാണ് ഇവർ പറയുന്നത്. സോ ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം ഏകദേശം 5-6 ആംപിയർ ആണ് വന്നിട്ടുള്ളൂ. അപ്പം നമുക്കിത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന്. ഓക്കെ, നമുക്ക് ചെറിയ ഡിവൈസാണ്, എങ്ങനെയാണെന്ന് അറിയില്ല, ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ ഗ്രീൻ കളർ ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ കൃത്യമായിട്ട് ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പം ഇത് പെയറായിരിക്കുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഗ്രീൻ കളർ ബ്ലിങ്ക് ചെയ്യാതെ നിൽക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി പവർ ഉണ്ട്. നമ്മളിപ്പം ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി, ഞാനിപ്പോൾ റൂം ലൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്. അപ്പോൾ ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇവനെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ ഗൂഗിൾ, ടേൺ ഓൺ മൈ റൂം ലൈറ്റ്. Sure, turning the room light on. നിങ്ങൾക്ക് കാണാം എൻ്റെ ഡിസ്പെൻസർ അവിടെ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ അതുകൂടാതെ ഇപ്പം ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് കെറ്റിൽ ഓൺ ആയിട്ടില്ല. നമുക്ക് കെറ്റിലൊന്ന് ഓൺ ആക്കി നോക്കാം. ഓക്കെ, സോ ടോട്ടൽ എത്ര ആംപിയർ ഉണ്ടെന്ന് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കെറ്റിൽ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഒരു 60 ആംപിയറിലോട്ട് ഇടാം. വീണ്ടും ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ മൾട്ടിമീറ്റർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോ കാർഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ കാർഡിലൂടെ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്താൽ അറിയാം. ഓക്കെ, ഇത് ഏകദേശം 5 ആംപിയറിന് മുകളിൽ ഇപ്പം എടുത്തിട്ടുണ്ട്. ഈ ഡിവൈസിനകത്ത് നമുക്ക് പവർ മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് പവർ മോണിറ്റർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പവർ മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം ഇതൊരു നല്ല ഡിവൈസാണ്. ഇപ്പോൾ 5 ആംപിയറോളം ഇത് ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം കിറ്റിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ കറണ്ട് വലിക്കുന്നതാണ്. ഞാൻ കിറ്റിലിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ആംപിയറിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും നോക്കാം. ഇപ്പോൾ തന്നെ കാണാം നമുക്ക് 5 ആംപിയർ. ഇത് ഒരു സ്മാർട്ട് ഡിവൈസാണ്. അവൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ റൂമിലെ ഫാന്, ലൈറ്റുകൾ എല്ലാം കൂടി വേണമെങ്കിൽ ഇതിനകത്ത് സ്മാർട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ ഗൂഗിൾ, ടേൺ ഓഫ് മൈ റൂം ലൈറ്റ്. Sure, turning the room light off. എൻ്റെ കെറ്റിലും ഓഫായി, ഡിസ്പെൻസറും ഓഫായി. ഈ സ്മാർട്ട് സ്വിച്ച് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് സോക്കറ്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിൻ്റെ അകത്തോ നമുക്ക് ഇത് ഫിക്സ് ചെയ്തിട്ട് കണക്ട് ചെയ്യേണ്ട ലൈൻ ഇതിൽ കണക്ട് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സ്മാർട്ട് ഡിവൈസിൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഡിവൈസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് ചെയ്തതിന് ശേഷം ഓൾ കൊടുക്കുകയാണെങ്കിൽ അപ്പോഴായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും.